ഇന്ത്യൻ ഓഹരി വിപണികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളുണ്ടായ ഒരു വർഷമാണ് 2024. പല നിക്ഷേപകർക്കും വലിയ നേട്ടം ലഭിച്ചു, പല നിക്ഷേപകർക്കും വലിയ തിരിച്ചടി നേരിട്ടു. എന്നാലും 2024 ഓഹരി വിപണികളുടെ പ്രകടനം എങ്ങനെയായിരുന്നു? 2025 എങ്ങനെയായിരിക്കും വിപണികളുടെ ട്രെൻഡ്? ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ രണ്ട് പ്രധാനപ്പെട്ട സെക്ടറുകൾ അനലൈസ് ചെയ്യാനും നമ്മോടൊപ്പം രണ്ട് അനലിസ്റ്റുകൾ ചേരുന്നു. സജി, അദ്ദേഹം ഓട്ടോ ആൻസിലറീസ് നോക്കുന്നു, IT സെക്ടറും അദ്ദേഹം അനലൈസ് ചെയ്യും. ഒപ്പം വിൻസെൻ്റ്, സിമെൻറ്റ് FMCG ആണ് അദ്ദേഹം നോക്കുന്നത്. ആദ്യം വിൻസെൻറ്റിലേക്ക് വരാം. സിമെൻറ്റ് എന്തായാലും ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു പ്രതീകമായാണ് സിമെൻറ്റിനെ കാണുന്നത്. സെയിൽ കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു വലിയൊരു ഗ്രോത്ത്, ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുന്നു, നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ FMCG സെക്ടർ വിൽപ്പന, എങ്ങനെ FMCG സെക്ടറിൻ്റെ വിൽപ്പന നടക്കുന്നു എന്നുള്ളതൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഒരു ടോട്ടൽ ഗ്രോത്തിൻ്റെ ഒരു നമുക്കൊരു കണക്ക് കിട്ടുന്ന രണ്ട് സെക്ടറുകളാണ്. അപ്പം സിമെൻറ്റിൻ്റെ FMCGയുടെയും 2024 പ്രകടനം എങ്ങനെയായിരുന്നു? അടുത്ത വർഷത്തെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? FMCG സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഒരു 1.5 ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു ബ്രോഡർ മാർക്കറ്റിനെ അപേക്ഷിച്ച്. അതിൻ്റെ റീസൺസ് നമ്മൾ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് FY 24 പ്രധാനമായിട്ടും ബിലോ നോർമൽ മൺസൂൺ ആയിരുന്നു. അതേ തുടർന്ന് വന്ന ഹീറ്റ് വേവ്, ലോവർ റിസർവോയർ ലെവൽസ്, ഇതെല്ലാം ഒരു ഫുഡ് ഇൻഫ്ലേഷന് കാരണമാക്കുകയും തുടർന്ന് റൂറൽ ഇക്കണോമിയിലൊരു ഡിസ്റപ്ഷൻ കൊണ്ടുവരികയും ചെയ്തു. അതേ തുടർന്ന് റൂറൽ ഡിമാൻഡും അതുപോലെ തന്നെ റൂറൽ ഡിമാൻഡ് കുറഞ്ഞു. ഒപ്പം FMCG കമ്പനീസിൻ്റെ മാർജിൻസ് എല്ലാം ഇമ്പാക്റ്റ് വരാനായിട്ട് ഇത് കാരണമായി. ഇനി നമ്മൾ അടുത്ത FY 25 ആദ്യ പകുതി നമ്മൾ ഒന്ന് വിശകലനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൺസൂൺ എബോവ് നോർമൽ മൺസൂൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ റൂറൽ ഡിമാൻഡ് ഗ്രാജ്വലി അത് പിക്കപ്പ് ആകുന്നുണ്ട്. എന്നാൽ തന്നെയും മറുവശത്ത് അർബൻ ഡിമാൻഡിൻ്റെ ഒരു സ്ലോ ഡൗൺ നമുക്ക് കാണാൻ സാധിക്കും. FMCG ഇമ്പോർട്ടൻസ് അർബൻ ഡിമാൻഡ് അല്ലേ കൂടുതൽ? FMCGയെ സംബന്ധിച്ചിടത്തോളം ഒരു 2/3 കോൺട്രിബ്യൂഷൻ വരുന്നത് അർബൻ ഡിമാൻഡിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഓഫ് FY 25 നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂറൽ ഡിമാൻഡ് ഒരു 5 to 6% ഗ്രോ ചെയ്യുമ്പോൾ അത് ഗ്രാജുവൽ ഗ്രോത്ത് ആണ്. അതേസമയം അർബൻ ഡിമാൻഡ് ഒരു 2.5% ഗ്രോത്തേ നടക്കുന്നുള്ളൂ. അപ്പോൾ റൂറൽ ഡിമാൻഡ് ഈ അർബൻ ഡിമാൻഡിൻ്റെ സ്ലോ ഡൗണിനെ അത് കോമ്പൻസേറ്റ് ചെയ്യാതെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അണ്ടർ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ FMCG സെക്ടർ കണ്ടിന്യൂ ആയിട്ട് കാണാം. അപ്പോൾ ടിൽ Q2 FY 25 വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അണ്ടർ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്ന് ഔട്ട്ലുക്ക് ഗോയിങ് ഫോർവേഡ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിസ്ട്രിയുടെ ഫസ്റ്റ് അഡ്വാൻസ് എസ്റ്റിമേറ്റ്സ് ഫോർ കാരിഫ് പ്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഒരു ബമ്പർ കാരിഫ് പ്രൊഡക്ഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏകദേശം 5.7% ഇൻക്രീസ് ഫ്രം ദ ലാസ്റ്റ് ഇയർ, അല്ലെങ്കിൽ 8% ഫ്രം ദ ആവറേജ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേ തുടർന്ന് റൂറൽ ഡിമാൻഡിൻ്റെ പിക്കപ്പ് ആക്സലറേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഫുഡ് ഇൻഫ്ലേഷനെ താഴത്തോട്ട് കൊണ്ടുവരികയും ഒപ്പം അത് FMCG കമ്പനീസിന് ഇത് പോസിറ്റീവാണ്. ഒപ്പം മറുഭാഗത്ത് അർബൻ ഡിമാൻഡിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് അത് ആദ്യ പകുതിയിൽ ഇലക്ഷൻ റിലേറ്റഡ് റീസൺസ് കൊണ്ട് സ്പെൻഡിങ് കുറവായിരുന്നു. ഏകദേശം 15% ലാസ്റ്റ് ഇയർ ആയിട്ട് കുറവായിരുന്നു. അപ്പോൾ ഇത് ഇനി ഇലക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു ആക്സിലറേഷൻ, ഈ സ്പെൻഡിങ്ങിൻ്റെ ആക്സിലറേഷൻ ഉണ്ടാകുകയും അത് അർബൻ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് ഡിമാൻഡ് ഔട്ട്ലുക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട്. 2025 ഇനിയുള്ള പീരീഡിൽ ഡിമാൻഡ് ഔട്ട്ലുക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട്. സിമെൻറ്റ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ സിമെൻറ്റ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം FY 24 പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇൻഫ്രാസ്ട്രക്ചർ സ്പേസിൽ നിന്നും ഹൗസിംഗ് സ്പേസിൽ നിന്നുള്ള ഒരു കൂടുതലായിട്ട് വന്ന ഡിമാൻഡാണ്. അതിന് FY 24 യൂണിയൻ ബജറ്റ് സഹായിച്ചിട്ടുണ്ട്. കാരണം ഗവൺമെൻറ്റിന് ഒരു സ്ട്രോങ് ഫോക്കസ് ഹൗസിങ്ങിനും ഇൻഫ്രാസ്ട്രക്ചറിനും ഉണ്ട്. ഏകദേശം ഈ 35% ഇൻക്രിമെൻ്റൽ ഒരു അലൊക്കേഷൻ ആയിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഇതിനകത്ത്.
അതുപോലെ തന്നെ 20% ഗ്രോത്ത് ആയിരുന്നു ഹൗസിങ്ങിലും. അപ്പോൾ നമ്മളൊരു സിമൻറ്റ് ഡിമാൻഡ്, ഇന്ത്യയിലെ സിമൻറ്റ് ഡിമാൻഡിൻ്റെ ഏകദേശം 85% വരുന്നത് ഈ ഹൗസിങ്ങും ഇൻഫ്രയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത് FY24 പെർഫോമൻസിനെ ഈ യൂണിയൻ ബജറ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ FY25 ആദ്യ പകുതിയിലെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ മാർജിൻസും താഴത്തോട്ട് വന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഡിമാൻഡ് താഴ്ന്നു. കാരണം ഈ ലാസ്റ്റ് ആദ്യ പകുതിയിൽ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഉണ്ടാകുന്നില്ല, ഇലക്ഷൻ റിലേറ്റഡ് റീസൺസ്, റെസ്ട്രിക്ഷൻസ് കൊണ്ട്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സ്പെൻഡിങ് ഗവൺമെൻറ് ആക്സിലറേറ്റ് ചെയ്യണം. കാരണം ഒരു ബഡ്ജറ്റ് അലൊക്കേഷൻ അത് മീറ്റ് ചെയ്യാനായിട്ട് ഇത് ആക്സിലറേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഔട്ട്ലുക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിമാൻഡ് കുറവായിരുന്ന സമയത്ത് സിമൻറ്റ് പ്രൈസ് ഇങ്ങനെ ഡിക്ലൈനിങ് ട്രെൻഡായിരുന്നു. അപ്പോൾ ഇനി ഡിമാൻഡ് കൂടുമ്പോൾ ഈ റിയലൈസേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഈ രണ്ട് സെക്ടറിലെയും ആളുകൾക്ക് പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ ഏതെല്ലാമായിരിക്കും? സിമൻറ്റ് സെക്ടറിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം കമ്പനീസ് ഇപ്പോൾ അവരുടെ ലോങ് ടേം ആവറേജിൽ എബോവ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ തന്നെയും നമ്മുടെ ടോപ്പിക്കായിട്ട് ഡാൽമിയ ഭാരത് അത് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ 12 മൾട്ടിപ്പിൾ ഓൺ FY26 EV/ലാണ്. ഇത് ഒരു റീറേറ്റിംഗ് പോസിബിലിറ്റി ഈ സ്റ്റോക്കിനുണ്ട്. കാരണം ഇവരിപ്പോൾ സദേൺ റീജിയനിലും ഈസ്റ്റേൺ റീജിയനിലുമാണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ ഇവരുടെ എക്സ്പാൻഷൻ പ്ലാൻ പ്രകാരം ഇവരൊരു പാൻ ഇന്ത്യ പ്ലെയർ ആയിട്ട് വരാനാണ് അവർ ശ്രമിക്കുന്നത്. കറൻ്റ്ലി അവർക്ക് ഒരു 47 മില്യൺ ടൺ കപ്പാസിറ്റിയാണുള്ളത്. അത് ബൈ FY28 അവർ 75 മില്യൺ ടൺ കപ്പാസിറ്റിയിലോട്ടും FY31 ഒരു 110 മില്യൺ കപ്പാസിറ്റിയിലോട്ടാണ് അവർ. അവരുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കിയിരുന്നുണ്ടെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി ഒരു 0.4 മൾട്ടിപ്പിൾ ഉള്ളൂ. FMCG സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ FMCG സെക്ടർ ഈ നെഗറ്റീവ്സ് എല്ലാം ഓൾറെഡി പല കമ്പനികളും ഫാക്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ഹെവി ലാർജ് ക്യാപ് കമ്പനീസ് എല്ലാം അവരുടെ ലോങ് ടേം ആവറേജിലും താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എന്നാലും FMCG സെക്ടർ ആകെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ ഏകദേശം എക്സ്പെൻസീവ് റീജിയനിൽ നിന്ന് താഴത്തോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എബോവ് ദെയർ ലോങ് ടേം ആവറേജ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ് നമുക്ക് നോക്കാവുന്നതാണ്. എന്നാൽ തന്നെയും ഈ ഫുഡ് ഇൻഫ്ലേഷൻ താഴത്തോട്ട് വരുന്നുണ്ടെങ്കിലും ചില മേജർ ഇൻപുട്ട് മെറ്റീരിയൽസ് ലൈക്ക് എഡിബിൾ ഓയിൽ എക്സെട്ര അതൊക്കെ ഉയർന്ന നിലയിലാണ് ഇപ്പോഴും പ്രൈസ്. അതുകൊണ്ട് വരുന്ന Q3 റിസൾട്ട്സ് വളരെ കോഷ്യസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സജി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് സെക്ടറുകളാണ് ഓട്ടോ സെക്ടറും IT സെക്ടറും. ഓട്ടോ സെക്ടറിലാണെങ്കിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് EVയുടെ ഒരു കടന്നുവരവ് 2024 വളരെ വിസിബിൾ ആയിരുന്നു. പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും ഈ സെക്ടറിലേക്ക് വരികയും അവരുടെ മോഡൽസ് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 2024 ഓട്ടോ സെക്ടറിൻ്റെ ഒരു പ്രകടനം എങ്ങനെയായിരുന്നു? 2025 അതെങ്ങനെയായിരിക്കും? അപ്പം IT സെക്ടറിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മൾ ഓട്ടോ സെക്ടറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും കുറേ ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പെൻറ്റപ്പ് ഡിമാൻഡ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി പിന്നെ ഒരു കൺസ്യൂമർ ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓട്ടോ സെക്ടറിന് കഴിഞ്ഞ 2 വർഷം ദാറ്റ് മീൻസ് 2022-24 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട് പെർഫോമൻസ് ആയിരുന്നു ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് ഓഫ് FY25 നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ലോവർ ഇതാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് 10% മേലെയാണ് ഏർണിങ്സ് എസ്റ്റിമേറ്റ് ചെയ്തത്. പക്ഷേ അതിനെക്കാട്ടും താഴെ സിഗ്നിഫിക്കൻ്റ് -14% താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ EV ആയിരുന്നു. സത്യം പറഞ്ഞാൽ EVയുടെ ഒരു സെയിൽസ് ഡ്രോപ്പാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ് എടുത്ത് കളഞ്ഞ് EV സ്കൂട്ടേഴ്സ് ഇൻസെൻറ്റീവ്സ് എടുത്ത് കളഞ്ഞായിരുന്നു. അതല്ല പാസഞ്ചർ വെഹിക്കിളിൽ കിട്ടേണ്ട ഇൻസെൻറ്റീവ്സും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻട്രി ലെവൽ ആക്ച്വലി ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ദിവാലി നല്ല ഇതൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് അവിടെയും നമുക്ക് വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വീലർ സെയിൽസ് വാസ് കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു ബിക്കോസ് ഓഫ്
റൂറൽ ഡിമാൻഡും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അർബനിലായിരുന്നു കൂടുതൽ സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടറിൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ടു വീലേഴ്സിൽ എൻട്രി മോട്ടോർ സൈക്കിളും അല്ലെങ്കിൽ എൻട്രി കാർസ് ആയാലും അവരുടെ സപ്പോർട്ട് കുറവായിരുന്നു. അതുകൊണ്ടിട്ട് അവിടെ മാരുതി പോലത്തെ കമ്പനിക്ക് അല്ലെങ്കിൽ ഹീറോ ഇവർക്കൊക്കെ സെയിൽസ് വോളിയം ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മളിപ്പോൾ കാണുന്നത് വിൻസെൻ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റൂറൽ ഡിമാൻഡ് ഈസ് സ്റ്റാർട്ടിങ് ഷോയിങ് സൈൻ ഓഫ് പിക്കപ്പ്, റൈറ്റ്? സോ അവിടെ ഒരു 5 to 6% ഒരു റിവൈവൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ടു വീലേഴ്സിന് എസ്പെഷ്യലി ലൈക്ക് ഹീറോ മോട്ടോകോപ്പ് പോലത്തെ കമ്പനീസ് അവിടെ ലാർജ്ലി അവർ റൂറലിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ കമ്പനീസിനൊക്കെ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ എക്സ്പോർട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ട്ടോ. അവരെ ഒരു ഫേവറബിൾ ആയിട്ടാണ് കാണുന്നത്. ചില കമ്പനീസിന് എക്സ്പോർട്ടിൻ്റെ മിക്സ് ഉണ്ടാവില്ലായിരിക്കും, റവന്യൂ മിക്സ് കുറവാണ്. അപ്പോൾ അവർക്കും ശരിക്കും പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെയും കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യത്തിൽ പാസഞ്ചർ വെഹിക്കിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെൻട്രി ലെവൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 60 to 65 ഡേയ്സ് കൂടുതലാണ്. അവിടെ ലാർജ്ലി പ്രശ്നം വന്നിരിക്കുന്നത് മാരുതി പോലത്തെ കമ്പനീസിന് അവിടെ എൻട്രി കാർ സെഗ്മെൻറ്റാണ് പ്രശ്നം വന്നിരിക്കുന്നത്. പക്ഷേ SUVയുടെ സെയിൽസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ട് നമ്മൾ പാസഞ്ചർ വെഹിക്കിളിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള സെയിൽസാണ് ഓവറോൾ ഇൻഡസ്ട്രിയിൽ. കാരണം ഒരു സ്റ്റോക്ക് സ്പെസിഫിക് അപ്രോച്ചാണ് നമ്മളവിടെ പാസഞ്ചർ വെഹിക്കിളിൽ കാണുന്നത്. അത് മാത്രമല്ല ഇപ്പോൾ എന്ന് വെച്ചാൽ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും അവർ കുറേ ഡിസ്കൗണ്ട്സ് കൊടുത്തിട്ട് ഇൻവെൻട്രി ലെവൽ കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ഇയർ നമ്മൾ കാണുന്നത് ഒരു സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കമേഴ്ഷ്യൽ വെഹിക്കിളിൽ ഫസ്റ്റ് ഹാഫ് ഡെഫിനറ്റ്ലി ഇലക്ഷൻ്റെയൊക്കെ ഇതിലെ ഇയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് കൂടുതൽ മൊമെൻറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ടിപ്പറിനൊന്നും വലിയ അട്രാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹൈ ടണേജ് വെഹിക്കിളിൽ നല്ല അട്രാക്ഷൻസ് ഇപ്പോഴും ഉണ്ട് ബിക്കോസ് ഓഫ് ബെസ്റ്റ് ലോജിസ്റ്റിക് മൂവ്മെൻറ്റ്. വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സെഗ്മെൻറ്റിൽ നമുക്കൊരു EV ട്രാൻസിഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് EVയുടെ സെയിൽസിൽ ബസ് സെയിൽസിൽ അവിടെ കുറച്ച് സപ്പോർട്ടീവായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഹൈ ബേസ് കാരണം കൊണ്ടിട്ട് കഴിഞ്ഞ വർഷം FY24 ഹൈ ബേസ് ആയതുകൊണ്ട് ലോവർ സെയിൽസാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതും ഒരു ലോ സിംഗിൾ ഡിജിറ്റിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ടു വീലേഴ്സിൽ മാത്രമാണ് നമ്മളൊരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നത്. ബിക്കോസ് ലാർജസ്റ്റ് ബേസ് ഇരിക്കുന്ന റൂറലിലാണ്. അപ്പോൾ അവരുടെ മൊമെൻറ്റം വരും. അവിടെ നിന്ന് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റൂറലിൽ നമുക്കൊരു 10 to 12% ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. EVയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ EV ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞായിരുന്നു ഇൻസെൻറ്റീവ്സ് എടുത്ത് കളിച്ചു. സെക്കൻഡ് ഹാഫിൽ EVയുടെ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് അർബണിൽ തന്നെയാണ് ആ ഡിമാൻഡ് വരുന്നത്. എക്സ്പോർട്ടിലും EVയിൽ ഒരു ഡിമാൻഡ് മൊമെൻറ്റം കാണിക്കുന്നത്. പക്ഷേ ഗ്രാജുവലി EV25 പുതിയ മോഡൽസുകൾ കമ്പനീസ് ഇറക്കുന്നുണ്ട്, OEMs ഇറക്കുന്നുണ്ട്. അപ്പോൾ EV ഒരു ഡെഫിനറ്റ്ലി ഒരു സപ്പോർട്ടീവ് ഫാക്ടർ തന്നെയായിരിക്കും. ഇപ്പോൾ EV ഗവൺമെൻറ്റിൻ്റെ പുതിയ ഇൻസെൻറ്റീവ് സ്കീംസ് വന്നിട്ടുണ്ട്. അതിനകത്ത് 1 lakhൻ്റെ താഴെ ഇപ്പോൾ EVയുടെ സബ്സിഡി കൊണ്ടുവന്നിട്ടുണ്ട് സബ്സിഡി. അപ്പോൾ അതുകൊണ്ട് അതും ഹെൽപ്ഫുള്ളായി ആണെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക് ഹീറോ മോട്ടോർ കോർപ്പിനെയാണ്, പിന്നെ TVS മോട്ടോഴ്സും, പിന്നെ മഹേന്ദ്രയാണ്. 2025 IT സെക്ടറിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും? ഒപ്പം ആ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ഏതായിരിക്കും? നമ്മളിപ്പോൾ FY24 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ IT സെക്ടറിൽ $5 റവന്യൂ ആണ് ഉണ്ടായിരിക്കുന്നത് ഇൻഡസ്ട്രിക്ക്. പിന്നെ ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മ്യൂട്ടഡ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് നമ്മൾ കാണുന്നത് അവിടെ ഒരു മൊമെൻറ്റം നമ്മൾ മേജർലി നമ്മൾ കാണുന്നത് BFSIയുടെ സ്പെൻഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇല്ലെന്നല്ല പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ സ്പെഷ്യലി സ്പെൻഡിങ് BFSIയിലാണ് കൂടുതലും കമ്പനീസിന് ഉള്ളത്. അപ്പോൾ അവിടെ നമുക്കൊരു സ്പെൻഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കീ മാർക്കറ്റായ US-ഉം യൂറോപ്പിലും എന്താ പറയുക അവിടെ മൈക്രോ എക്കണോമിക്സ് ഹെഡ്വിൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് മേജറായിട്ട് കാണാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഹെൽത്ത് കെയർ സെക്ടറാണ്. അത് ലാർജ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫെഡിൻ്റെ പോളിസിയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്ങനെയാണ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു മൊമെൻറ്റും അതിനകത്ത് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് സ്പെൻഡിങ് കൂടിയാൽ മാത്രമാണ് ഹെൽത്ത് കെയറിൽ കൂടുതലൊരു ബെനിഫിറ്റ് വരാനുള്ള ചാൻസ് ഉള്ളൂ. ബിക്കോസ് അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിൽ ഹെൽത്ത് കെയർ സ്റ്റാർട്ട് ടു ഇംപ്രൂവ് ബിക്കോസ് ഓഫ് AI ഇൻറ്റിഗ്രേഷൻ അതിനകത്ത് കൂടുതൽ കൊണ്ടുവരാൻ കമ്പനീസ് ശ്രമിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ BFSI ലാസ്റ്റ് 8 ക്വാർട്ടേഴ്സായിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും സപ്പോർട്ടീവാണ്. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പെൻസസ് ആണ്, മാർജിനാണ്. മാർജിനിൽ ഇപ്പോൾ നമുക്കിപ്പോൾ എംപ്ലോയിയുടെ കോസ്റ്റാണ്. ബിക്കോസ് എംപ്ലോയിയുടെ റീസ്കില്ലിങ്ങും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കോസ്റ്റാണ് ഇപ്പോൾ മാർജിനെ ഇപ്പോൾ എഫക്റ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ കമ്പനീസ് എല്ലാവരും ഇപ്പോൾ TCS ആയാലും ഇൻഫോസിസ് ഒക്കെ അവരുടേതായ ഒരു കോസ്റ്റ് കൺട്രോൾ ഇനീഷ്യേറ്റീവ് ഇവരെല്ലാവരും ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതുവഴി അവരൊരു എന്താ പറയുക 200 ബിപ്സിൻ്റെ മാർജിനിൽ അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ട്രെയിനിങ്ങിലൊക്കെ വെച്ചിട്ട് ഈ ഇതിന് ഇവരുടെ ഡെവലപ്മെൻറ്റ് കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിസിലായാലും ഇവരുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബേസിസിലായാലും ഒരു 200 ബിപ്സിൻ്റെ ഡ്രോപ്പ് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അത് ആക്ച്വലി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് എല്ലാവരും കോസ്റ്റ് കൺട്രോൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. Q3 നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സീസണലി ഫർലോക്സ് ഉള്ള ക്വാർട്ടറാണ്. ഹോളിഡേ സീസൺസ് ആണ്. അപ്പോൾ വർക്കിംഗ് അവേഴ്സ് കുറവായിരിക്കും. അതുമാത്രമല്ല അവിടെ വേജ് ഹൈക്കും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ 3 നമ്മൾ ആസ് എക്സ്പെക്റ്റഡ് ലോവർ ആയിരിക്കും. നെക്സ്റ്റ് ഇയറാണ് നമ്മൾ കൂടുതൽ മൊമെൻറ്റം കാണാൻ ചാൻസ് ഉള്ളത്. അതുമാത്രമല്ല അതിനകത്ത് നമ്മുടെ ഈ ഡെവലപ്ഡ് മാർക്കറ്റിൻ്റെ സ്പെൻഡിങ് കൂടെ ബേസ് ചെയ്തിരിക്കും. അവിടെ എങ്ങനെയാണ് കൂടുതൽ ഇൻട്രസ്റ്റിൻ്റെ ഒരു ലീനിയൻസി കിട്ടുന്നതിൻ്റെ ബേസിസിലായിരിക്കും ഇവിടെ ആ സ്പെൻഡിങ് വരാനുള്ള ചാൻസസ് ഉള്ളത്. FY25 നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ കാണാൻ ജിയോഗ്രഫിക്കലി നമ്മൾ നോക്കുന്നത് ഇന്ത്യയാണ് കുറേ കൂടി നന്നായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് ഫോർ AI ഇൻറ്റിഗ്രേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് ആക്ച്വലി പല കമ്പനീസിനും എന്താ പറയുക അവരുടെ സിംഗിൾ ഡിജിറ്റ് ജിയോഗ്രഫിക്കൽ മിക്സ് ഫ്രം ഏഷ്യ പസഫിക്കിൽ നിന്ന് ഡബിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് നല്ലൊരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ വേറൊരു പുതിയ കാര്യം ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ GCCയുടെ ഒരു കടന്നുവരവാണ്. GCC എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹൈ പേയിൽ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. കമ്പനീസിന് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 10% മേളിൽ ഗ്രോത്താണ് GCC കമ്പനീസ് വഴി റിക്രൂട്ട്മെൻറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് കമ്പനീസ് കുറവാണ്. അതുമാത്രമല്ല നമ്മളിപ്പോൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ കാണുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കവറേജിൽ ഇല്ല. പക്ഷേ എന്നാലും നമ്മൾ കാണുന്നത് ഡേറ്റാ സെൻറ്റേഴ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റാണ്. അതുമാത്രമല്ല GCC ആയിട്ട് ഈ ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനീസ് എത്രമാത്രം ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അവരുടെ ഒരു ജോയിൻറ്റ് വെഞ്ചേഴ്സ് വഴി എത്രമാത്രം പ്രോജക്റ്റ് എക്സ്പാൻഷനോ അല്ലെങ്കിൽ ഓർഡർ ഔട്ട്ലുക്ക് ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫോർ ദ നിയർ ടേം നമുക്ക് കോഷ്യസ്ലി ഒപ്റ്റിമിസ്റ്റിക് ആണ് ഔട്ട്ലുക്ക്. ബാക്കി ഫ്യൂച്ചറിൽ പുതിയ ഗവൺമെൻറ്റിന് US പുതിയ ഗവൺമെൻറ് എങ്ങനെയാണ് വിസ പോളിസീസിലേക്ക് ബേസ് ചെയ്തിരിക്കും, അവരുടെ മാർജിനിൽ എന്തെങ്കിലും എഫക്റ്റ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാനുണ്ട്. നമ്മുടെ ടോപ്പ് പിക്ക് IT-യിൽ TCS ആണ്. ബിക്കോസ് TCSനും ATM എൻട്രിക്കൊക്കെയാണ് നമ്മൾ അവരുടെ BFSIയുടെ സെഗ്മെൻറ്റ് മിക്സ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഫോർ ദ ടൈം ബീങ് നമ്മൾ ലാർജ് ക്യാപ്പിലേക്കാണ് ഒതുങ്ങാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ 4 സെക്ടേഴ്സ് ഓട്ടോ, IT, ഒപ്പം FMCG, സിമെൻറ്റ്, ഈ 4 സെക്ടറുകളാണ് ഇപ്പോൾ അനലൈസ് ചെയ്തത്. അതിൻ്റെ ഓഹരികളുടെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും, സെക്ടറുകളുടെ പ്രകടനം എങ്ങനെയായിരിക്കും, ഏറ്റവും മികച്ച സ്റ്റോക്കുകൾ ഏതെല്ലാമായിരിക്കും എന്നാണ് ഇപ്പോൾ സജീവ് വിൻസെൻറ്റും നമ്മോട് പറഞ്ഞത്. വളരെയധികം നന്ദി രണ്ടുപേർക്കും.